ജോ മമ്മി വേഗം ഇറങ്ങ. എവിടെ നോക്കിയാടോ താൻ വണ്ടി ഓട്ടിക്കുന്നേ? ഈ സാറ് ബ്രേക്ക് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തവിട് കൂടി ആയനല്ലോ. സാരമില്ല, മോനൊന്നും പറ്റിയില്ലല്ലോ. മുറിവ് വല്ലതും പറ്റിയില്ല. എന്റെ സുഹൃത്തെ, നിങ്ങളെയൊക്കെ ആരാ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച്? വണ്ടിയിലിരുന്ന് എന്താ സ്വപ്നം കാണുകയായിരുന്നോ? ഭാഗ്യത്തിന് ചവിട്ടിയെടുത്ത് നിന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ റോഡിൽ നിന്ന് തൂത്തുവാരി എടുക്കേണ്ടി വന്നേനെ. മതി മതി ജോ, ഒരബദ്ധം പറ്റിയതല്ലേ അവന്. ദാ വെള്ളം കുടിക്ക. മമ്മി, നമുക്ക് തെറ്റി. ഇത് പയ്യനല്ല, പയ്യത്തിയ. അയ്യോ സോറി കുട്ടി, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. ഈ വേഷവും രൂപവും പിന്നെ ഈ ബുള്ളറ്റും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതിയത് ആൺകുട്ടിയാവൂന്നാ. ശരിക്കും സോറി കേട്ടോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നീട് കോമ്പൻസേഷൻ ഒന്നും ക്ലെയിം ചെയ്ത് പിന്നാലെ കൂടിയേക്കരുത്. എക്സ്ക്യൂസ് മീ, ഞാൻ ആ ടൈപ്പ് അല്ല. നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്ക്സ് ആൻഡി. കുട്ടി ഇവിടെ അടുത്താണോ താമസം? അതെ, മൈത്രി നഗറില്. മൈത്രി നഗറോ? മമ്മി, നമ്മളീ കാണാൻ പോകുന്ന വിജയ് പണിക്കരും മൈത്രി നഗറിലല്ലേ താമസം? ശരിയാണല്ലോ മോളെ. മൈത്രി നഗറില് വിജയ് പണിക്കർ എന്നൊരാള് താമസമുണ്ടോ? മോൾക്കറിയാമോ? ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി രണ്ടാമത്തെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുന്നത് മൈത്രി നഗർ. എൻട്രൻസ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് റൈറ്റിലേക്ക് തിരിഞ്ഞുള്ള രണ്ടാമത്തെ വീടാ. താങ്ക്സ് മോളെ. മോൾക്കറിയോ വിജയെ? ആ, പരിചയമുണ്ട്. ശരി എന്നാ, ഓക്കെ. പാവം, ആ കുട്ടി നല്ലതുപോലെ പേടിച്ചു പോയിന്ന് തോന്നുന്നു. ഏയ്, ആളങ്ങനെ പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നില്ല. എന്നാലും എന്തൊരു അബദ്ധമാണ് ഞാൻ കാണിച്ചത്. ആൺകുട്ടിയാണെന്ന് കരുതി. ഷോ, അതിന് വിഷമമായി കാണുമോ എന്തോ. ഏയ്, എന്ത് വിഷമം? അവൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഹോ, എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. കർത്താവിന്റെ അനുഗ്രഹം. അതിന്റെ ക്രെഡിറ്റും കർത്താവ് തമ്പുരാന് കൊടുത്തോ ഡേസി ടീച്ചർ? അപ്പൊ കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടി രക്ഷപ്പെടുത്തി ഞാൻ വെറും മണ്ടൻ. പോടാ. ആ കുട്ടിയുടെ പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. എന്നാ നമുക്ക് അവളുടെ പുറകെ വിട്ടാലോ? പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചിട്ട് വരാം. നീ വണ്ടി എടുക്ക. ഡെയ്സി, ഡെയ്സി, ഈശ്വര, എത്ര നാളെ കണ്ടിട്ട്. എവിടെയായിരുന്നു ഇതുവരെ? ഇവിടെ എങ്ങനെ എത്തി? ഹലോ മാഡം, ഒറ്റ സ്ട്രെച്ചില് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പമ്പ് ചെയ്താലേ ഏതിലും ഞാൻ ആദ്യം ഉത്തരം പറയും. ഡേയ്സമ്മോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര നാളായി കണ്ടിട്ടെന്നാ, അതിനാദ്യം റിപ്ലൈ ചെയ്തോ. ഇവനെ മനസ്സിലായോ ഗീതയ്ക്ക്? മോനല്ലേ? ജോബിൻ? അതെ ആന്റി, ജോബിൻ തന്നെ. മൈ ജീസസ്, നിനക്ക് എന്തൊരു ഓർമ്മയാ ഗീത. ഞാൻ കരുതി ഇയാൾ എന്റെ പേര് പോലും മറന്നിട്ടുണ്ടാവുമെന്ന്. ഡെയ്സിയും മോനെയും അത്ര വേഗം അങ്ങ് മറക്കാൻ പറ്റുമോ? എന്നെ അശ്വതിയും ഡെലിവറിക്ക് വേണ്ടി ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് തൊട്ടു മുൻപാ നമ്മൾ അവസാനമായിട്ട് കണ്ടത്. യെസ്, കൃത്യമായി പറഞ്ഞാൽ 2002 ഡിസംബർ 12. ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്നാണ് ഗീതയും അശ്വതിയും അമ്മമാരാകുന്നത്.
ഞാനൊരു വിഡോ ആകുന്നത്. ദേ ഈ നിൽക്കുന്ന ജോക്കുട്ടൻ ഒരു സിംഗിൾ പാരന്റ് ചൈൽഡായി മാറുന്നത്. അന്ന് അലക്സിന്റെ ബോഡിയുമായി തൊടുപുഴയ്ക്ക് പോകുമ്പോഴും ആംബുലൻസിലിരുന്ന് എന്തൊരു കരച്ചിലായിരുന്നു ഇവൻ. അന്നത്തെ ആ 4 വയസ്സുകാരൻ ചെറുക്കൻ ഇപ്പൊ വളർന്ന് വലിയ ഡോക്ടറായി കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, ചെറുക്കന്റെ ആ തല്ലിപ്പൊളി സ്വഭാവം ഇനിയും മാറിയിട്ടില്ല. ടീസമ്മോ, വന്ന പാടെ എന്നിങ്ങനെ കത്തിവെച്ച് വെറുപ്പിക്കണോ? ആദ്യം ആന്റി നമ്മളെ അകത്തേക്കൊന്ന് ക്ഷണിച്ചോട്ടെ. അയ്യോ സോറി, നിങ്ങളെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാനങ്ങ് മറന്നുപോയി. വാ, രണ്ടുപേരും അകത്തേക്ക് വാ. അതെ, അന്നത്തെ ആ 2 കുഞ്ഞുവാവുകളില്ലേ, അവരിപ്പോ നല്ല സുന്ദരി കുട്ടികളായി കാണില്ലേ? ഡേയ്സമ്മ എന്താ അവരെ പറ്റി ഒന്നും ചോദിക്കാതെ? ചെറുക്കാ വാങ്ങുന്നീ എന്റെ കയ്യിന്ന്. ആ എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പറച്ചിൽ? ഏയ് ഒന്നുമില്ല ആന്റി. എന്നാ വാ. ആ, അശ്വതി ജോലിയുമായി കോയമ്പത്തൂർ ഉണ്ടായിരുന്നപ്പോ 1.5 വർഷം എന്റെ കൂടെ ആയിരുന്നല്ലോ താമസം. അത് കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂർക്ക് മാറ്റമായി. ഇടയ്ക്ക് വിളിയും എഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ തിരക്കുകൾക്കിടയിൽ എല്ലാ കോണ്ടാക്ട്സും പോയി. അശ്വതി ആന്റിയുടെ മുഖം എനിക്ക് നേരിയ ഓർമ്മയുണ്ട്. നാട്ടിൽ നിന്ന് അശ്വതി കൊണ്ടുവരുന്ന ചക്ക ഉപ്പേരിയും ഇടിച്ചമ്മന്തിയും അച്ചാറും ഒക്കെ ഇവന് എന്ത് ഇഷ്ടമായിരുന്നു അറിയോ? ഒരിക്കൽ അശ്വതിയുടെ കൂടെ ഇങ്ങോട്ട് വരാനും എല്ലാവരെയും കാണാനും ഒക്കെ പ്ലാൻ ഇട്ടതാ. പക്ഷെ ഒന്നും നടന്നില്ല. അന്നത്തെ ആ ചക്ക ചിപ്സിന്റെ ഓർമ്മ വന്നിട്ടാണോ എന്തോ, ഇതിനൽപ്പം കാറിച്ചുള്ള പോലെ. മൂക്കാത്ത കായാണെന്ന് തോന്നുന്നു അല്ലേ മമ്മി? നീ വേണേ കഴിച്ചാ മതി. ആന്റി സ്നേഹത്തോടെ തന്നല്ലേ, കഴിച്ചേക്കാം. ജോബിന് ആള് കൊള്ളാലോ. എന്റെ ഗീതേ, ദോഷം പറയരുതല്ലോ. എന്റെ മോനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല കേട്ടോ. കുട്ടിക്കളി ഒഴിഞ്ഞൊരു നേരമില്ല. അതിന് എന്നെ കുറ്റം പറയാൻ പറ്റില്ല ആന്റി. ഒന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് വളർത്തി വഷളാക്കിയത് ഈ ഡെയ്സി ടീച്ചറാ. ദേ ആരാ വന്നത്? സസ്പെൻസാ. വാ, അകത്തേക്ക് വാ. ഇതാരാ നോക്കിയേ? ഡെയ്സി താനോ? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ഇതെപ്പോ എത്തി? ഒരു 10-15 മിനിറ്റ്. വിജയ് ഇപ്പൊ എത്തുമെന്ന് ഗീത പറഞ്ഞിരുന്നു. അങ്ങളെ, ഞാൻ ജോബിൻ, ഡെയ്സി ടീച്ചറുടെ മോന്. ഇവിടെ മെഡിക്കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ആളങ്ങ് വലുതായല്ലോ. നമ്മള് ക്ലാസ്മേറ്റ്സ് തമ്മിൽ ഒരുപാട് നാളിന് ശേഷം കാണുമ്പോ അവന്റെ കാര്യം മുങ്ങിപ്പോവോന്ന് പേടിച്ചിട്ടാ ഈ ഇടിച്ചു കയറി പരിചയപ്പെട്ടത്. അത് കറക്റ്റ്. അങ്ങനെ മുങ്ങിപ്പോയ ചരിത്രമുണ്ട്. അശ്വതി മുരളി ഉണ്ടോ അവിടെ? മുരളി ഓഫീസിൽ പോകാനുള്ള തിരക്കിലാ. അശ്വതി കുറച്ചു ദിവസമായിട്ട് ലീവിലാ. എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഗീത പറഞ്ഞു. ആ, അവിടെ ഒന്ന് കയറണം. യെസ്, അപൂർവ ആൻഡ് മാളവിക. അപ്പുവും മാളുവും. മമ്മി, എന്താടാ? ദേ, ഇത് നോക്കിയേ. നീ സംശയിക്കണ്ട, ഇത് അവര് തന്നെ, അപൂർവയും മാളവികയും. അതല്ലെന്നേ. ദേ, ഈ കക്ഷി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നേരാണല്ലോ, നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. എന്നെ ഡെയ്സമ്മേ,
കുറച്ചു മുമ്പ് നമ്മുടെ കാറിന് വട്ടം ചാടിയ സെയിം കക്ഷിയത്. കർത്താവേ, നേരാണല്ലോ. അത് അപൂർവയായിരുന്നോ? എന്താ അപ്പൂനെ നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നോ? എന്റെ ഗീതേ, ദേ കുറച്ചു മുമ്പ് ഞങ്ങളുടെ കാറിൽ തൊട്ടില്ലാന്നുള്ള മട്ടിൽ ഇവളൊന്ന് സ്ലിപ്പ് ചെയ്തു. ഏതോ ഒരു ആൺകുട്ടിയാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മമ്മി പറയുക, സോറി മോനെ, എന്തെങ്കിലും പറ്റിയോന്ന്. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിജയ്. അവളെ ആ കോലത്തിൽ കണ്ട ശരിക്കും ഒരു ആൺകുട്ടിയാണെന്നേ തോന്നൂ. അത് നേരെ കേട്ടോ, ഞാനും ആദ്യം അങ്ങനെയാ കരുതിയത്. മമ്മിയുടെ കൂട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചമ്മിയിലെന്നേ ഉള്ളൂ. എന്ത് ഗൗരവക്കാരിയാ ഗീത അവള്. എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ചോദിച്ചതൊന്നും അവൾക്കത്ര ഇഷ്ടമായില്ല. കോമഡി അതല്ല അങ്കിൾ. വിജയ് പണിക്കരുടെ വീട് അറിയാമോന്ന് മമ്മി ചോദിച്ചപ്പോ ആളാ കറക്റ്റായിട്ട് വീട് പറഞ്ഞു തന്നത്. പക്ഷെ വിജയ് പണിക്കരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഭാവമായിരുന്നു. മമ്മിയെ ശരിക്കും ഫൂളാക്കി. എന്നെ മാത്രമല്ല, നിന്നെയും. ഇങ്ങോ വരട്ടെ അവള്. അവളെവിടെ പോയതാ ഗീതേ? ഉടനെങ്ങാനും വരുവോ? അവള് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ദാ മോനെ, ഈ ഫോട്ടോ അങ്ങോട്ട് വെച്ചോ. എന്നെ മനസ്സിലായോ? എനിക്ക് നല്ല പരിചയം തോന്നുന്നു. ആ, ഇപ്പൊ മനസ്സിലായി. അന്ന് ബാറിന് മുമ്പിൽ വെച്ച് കണ്ട ചേച്ചിയല്ലേ? ആ ആള് തന്നെ. അന്ന് എനിക്ക് വേണ്ടിയില്ലേ മോളെ അവന്മാരായിട്ട് തല്ലുപിടിച്ചത്? ഇങ്ങനെ കണ്ടപ്പോ ആ ആളാണോന്ന് സംശയമുണ്ടായിരുന്നു. അന്ന് ചേച്ചി എപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്? അന്ന് നിങ്ങളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഒരുപാട് കഴിഞ്ഞിട്ട് എന്നെ വിട്ടത്. ആ, ഞാനായിരുന്നു പോലും കുഴപ്പത്തിന് കാരണം. അല്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരെ കണ്ട എല്ലാ എമ്മമാർക്കുള്ളതാ ഒരു പിരിയളക്കം. പിന്നെ അവന്മാരുടെ വായന്ന് വളിച്ചതും വിളിച്ചതും ഒക്കെ കേൾക്കേണ്ടി വരും. അന്ന് പിന്നെ നന്ദകുമാർ സാറ് വന്നാ എന്നെ ഇറക്കിയത്. സാറിന്റെ അടുത്ത് പിന്നെ പോലീസുകാരുടെ വിളച്ചിലൊന്നും നടക്കത്തില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നല്ല മറുപടി കൊടുക്കും. ആരായി നന്ദകുമാർ സാർ? സാറ് വലിയ വക്കീലാ. പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാ. സാറ് കാരണ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് എന്നെപ്പോലെ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അത്രയ്ക്ക് ഉപദ്രവമായിരുന്നു വീട്ടുകാരിന്നും നാട്ടുകാരിന്നും എല്ലാവരെയും അനുഭവിക്കേണ്ടി വന്നത്. ചേച്ചിയുടെ പേരെന്താ? എവിടെയാ താമസിക്കുന്നത്? പേര് കൃഷ്ണ. അത് ഞാൻ തന്നെ എനിക്കിട്ട പേരാട്ടോ. വീട്ടുകാരിട്ട പേര് കിരൺകുമാർ എന്നായിരുന്നു. വീടങ്ങ് ബാലരാമപുരത്താ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും പോവാറില്ല. ഞാൻ ചെല്ലുന്നതും എന്നെ കാണുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ. കിരൺകുമാർ കൃഷ്ണയായിട്ട് എത്ര നാളായി? 4.5 വർഷമായി. എനിക്ക് കൊച്ചിലെ മുതലേ ഇങ്ങനെയാവാനായിരുന്നു താല്പര്യം. അച്ഛൻ അയ്യപ്പനാശാൻ ഒരു ബാല ആർട്ടിസ്റ്റ് ആയിരുന്നു. അച്ഛൻ്റെ കൂടെ റിഹേഴ്സൽ കാണാനും സ്റ്റേജിൽ ബാല കളിക്കുന്നത് കാണാനും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം തോഴിയായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് വന്നില്ല. മോനെ കൊണ്ട് തോഴിയുടെ വേഷം ചെയ്യിക്കാമോന്ന് അച്ഛനോട് സംവിധായകൻ ചോദിച്ചു. അച്ഛന് പേടിയായിരുന്നു. പക്ഷെ പെണ്ണാവാനുള്ള കൊതി കൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു. എൻ്റെ 13ാമത്തെ വയസ്സിലായിരുന്നു. മറ്റുള്ളവർക്ക് അതൊരു വേഷം കെട്ടലായിരുന്നു. പക്ഷേ എനിക്കതെൻ്റെ ജീവിതമായിരുന്നു. ബാല കഴിഞ്ഞിട്ടും എനിക്ക് ആ വേഷം അഴിക്കാൻ പറ്റിയില്ല. പിന്നെ സംവിധായകന്റെ കാല് പിടിച്ച് ഞാൻ ആ വേഷം അങ്ങ് സ്വന്താക്കി. ബാലയില്ലാത്ത ദിവസങ്ങളിലും വീട്ടിൽ ഞാൻ ആ വേഷത്തിൽ നടക്കാൻ തുടങ്ങി.
ആദ്യമൊക്കെ എല്ലാവരും അത് തമാശയായിട്ട് എടുത്തത്. പക്ഷെ പിന്നീടാണ് എൻ്റെ മനസ്സെന്താണെന്ന് അവർ അറിഞ്ഞത്. അതോടെ വലിയ കലാപമായി കുടുംബത്തില്. സ്റ്റേജിൽ പെണ്ണാവാൻ വേഷമിട്ട് തന്ന അച്ഛൻ തന്നെ ജീവിതത്തിൽ പെണ്ണാവണമെന്ന് പറഞ്ഞപ്പോൾ കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിട്ട് ഒരു വിറക് കഷ്ണം കൊണ്ട് ഒടിയുന്നത് വരെ എന്നെ അടിച്ചു. അങ്ങനെ എത്രയോ പ്രാവശ്യം. പക്ഷെ എത്രയ്ക്കോ ഉപദ്രവിച്ചിട്ടും ഞാൻ എൻ്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഒടുവിൽ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ അവിടെ ഇവിടെയൊക്കെയായി കുറേ അലഞ്ഞു. ഒടുവിൽ വിശപ്പടക്കാൻ സെക്സ് വർക്ക് ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നു. അന്ന് മതിയാക്കാൻ തീരുമാനിച്ചത് ഞാൻ എൻ്റെ ജീവിതം. ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ചാവാൻ നിൽക്കുമ്പോഴാണ് ദൈവം നന്ദകുമാർ സാറിൻ്റെ രൂപത്തിൽ മുന്നിൽ വന്നത്. ആ ഇരുട്ടിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് അദ്ദേഹമാണ്. ഇപ്പോൾ ഈ തൊഴിലെടുത്ത് അന്തസ്സായി ഞാൻ ജീവിക്കുന്നു, എൻ്റെ ഇഷ്ടത്തിനൊത്ത് പെണ്ണായി തന്നെ. സർജറി ഒക്കെ കഴിഞ്ഞോ? ഇല്ല, എത്രയും പെട്ടെന്ന് അതങ്ങ് ചെയ്യണം. അതിനുവേണ്ടി പൈസ ഒപ്പിക്കാനാ ഞാൻ ഈ ഇരുട്ടി വിളക്ക് പണിയെടുക്കുന്നത്. എത്ര കാശ് വേണ്ടി വന്നാലും ഞാനത് ചെയ്യും. ചെയ്യണം. ഞാൻ കഥ പറഞ്ഞ് കൊച്ചിനെ പോരടിപ്പിച്ചല്ലേ? ഏയ്, അതിന് ചേച്ചി പറഞ്ഞത് കഥയല്ലല്ലോ, ജീവിതമല്ലേ. എനിക്ക് ചേച്ചി ഒരുപാടങ്ങ് ഇഷ്ടമായി. എനിക്ക് മോളെയും. എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. നീയും നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണോ? വീട്ടിൽ പറഞ്ഞോ? എന്നിട്ട് ചേച്ചിയുടെ അതേ അവസ്ഥയാ, ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ. എന്റെ നമ്പർ നോട്ട് ചെയ്തോ, ഫോണിൽ സേവ് ചെയ്തേക്കോ. പറഞ്ഞോ. 9526706806. ആവശ്യം വന്നാൽ വിളിച്ചോ. ഒറ്റയ്ക്കല്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. പോട്ടെ. ഉച്ചയ്ക്ക് മുമ്പ് ഈ ടിക്കറ്റ് എല്ലാം വിറ്റ് തീർക്കണം. ശരി. ആ ശരി. ഇല്ല, അവള് കോൾ എടുക്കുന്നില്ല. വേണ്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട, ചിലപ്പോ റൈഡി ആയിരിക്കും. അവളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇനി ഇരുന്ന ലേറ്റ് ആവും. അശ്വതിയുടെ വീട്ടിൽ കൂടി കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഉച്ച കഴിഞ്ഞ് ഇവന് ഡ്യൂട്ടിക്ക് കയറേണ്ടതാ. ഇല്ലെങ്കിൽ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. ആ സാരമില്ല മമ്മി, നമ്മൾ പോകുന്നതിന് മുമ്പ് അപ്പു വരികയാണെങ്കിൽ അശ്വതി ആന്റിയുടെ വീട്ടിലേക്ക് വരട്ടെ, അവിടെ വെച്ച് കാണാമല്ലോ. ആ, അത് ശരിയാണല്ലോ. ഗീത വരുന്നില്ല അശ്വതിയുടെ അടുത്തേക്ക്? ഇല്ല ഡേസി, ഞാനിവിടെ കുറച്ച് തിരക്കില്ല, അല്ലെങ്കിൽ വരായിരുന്നു. അത് സാരമില്ല, ഗീതയുടെ തിരക്കുകളൊക്കെ നടക്കട്ടെ. ഇനി ഞങ്ങള് കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി കൂടാം.